2006, 2007 സമയത്തൊക്കെ വീട്ടിൽ VCD പ്ലെയറൊക്കെ കൊടുന്ന സമയമായിരുന്നു. ടിവിയും VCD പ്ലെയറൊക്കെ സെറ്റ് ചെയ്ത് തരുന്ന ടൈം. അന്ന് കാസറ്റ് കടയിൽ പോയിട്ട് അധികപക്ഷം നമ്മൾ എടുത്ത് കാണുന്ന സിനിമകളിൽ ഒന്നാണ് ഈ പന്തയക്കോഴി. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ സിനിമ എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ കുറേ കൂട്ടുകാരൊക്കെ വീട്ടിൽ വന്നിരുന്ന് ഈ സിനിമ എപ്പോഴും കാണുകയാണ്. ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു സിനിമയാണിത്. പ്രത്യേകിച്ച് ഇതൊരു പാട്ടുണ്ട്, സുന്ദരിയെ ചെമ്പകമലരെ പറഞ്ഞിട്ടുള്ളൊരു സോങ്. എന്ത് രസമാണ് ഇത് കേൾക്കാൻ. ആ പാട്ടും അതേപോലെ തന്നെ ഈ സിനിമയും എനിക്ക് ആ ടൈമിനൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ഞാൻ ഈ സിനിമ വെറുതെ ഒന്ന് നമ്മളൊക്കെ ഉച്ചയ്ക്കൊക്കെ ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ഇരുന്ന് യൂട്യൂബിൽ നിന്ന് ഇതിൻ്റെ വലിയ ക്വാളിറ്റി ഉള്ള ഫയലില്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു ഫയൽ കിട്ടി അതൊക്കെ നമ്മളിരുന്ന് കാണലൊക്കെ ഉണ്ട്. രസമാണ്, കാരണം ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർക്കൊരു കുട്ടികൾ 19 കിഡ്സിനൊക്കെ നല്ല രീതിയിൽ വർക്കായൊരു സിനിമയായിരിക്കാൻ ചാൻസ് ഉണ്ട് ഇത്. ഇതിൽ വേറെ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. പോലെ തന്നെ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം ഒരു മാസ് ആക്ഷൻ പടത്തിന് വേണ്ട എല്ലാ ചേരുവകളുള്ളൊരു സിനിമ തന്നെയായിരുന്നു. ഈ നരയൻ എന്ന് പറഞ്ഞ നടനെ മലയാളികൾ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ സിനിമ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. കാരണം അത്യാവശ്യം ഒരു ഓറയും ആക്ടിങ് സ്കില്ലും ഒക്കെ ഉള്ളൊരു നടനാണ്. ആക്ഷൻ സീക്വൻസൊക്കെ അത്യാവശ്യം അടിപൊളിയായി തന്നെ മൂപ്പരെ കൊണ്ട് പുൾ ഓഫ് ചെയ്യാനും പറ്റും. പക്ഷേ വേണ്ട വിധത്തിലുള്ള നല്ല ഏജിലൊന്നും ഇവിടെ ഉപയോഗിച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വേണ്ട വിധത്തിലുള്ള ക്യാരക്ടറുകൾ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കും ചെറിയ രീതിയിലൊക്കെ തോന്നും. അതേപോലെ തമിഴിൽ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് അത്യാവശ്യം കിട്ടില്ല ക്യാരക്ടറുകൾ വന്നിട്ടുണ്ട്. അഞ്ചാതെ, മൗനം പേസി അതേപോലുള്ള സിനിമകളൊക്കെ. ഇതൊക്കെ ഉണ്ടായി തന്നെ ഈ സിനിമയെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എനിക്കിപ്പോഴും ഈ സിനിമ കാണുമ്പോൾ ഒരു രസമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മൾ എൻജോയ് ചെയ്തിരുന്നൊരു പടമാണ്. നിങ്ങളിൽ എത്ര പേര് ഈ സിനിമ കണ്ടിട്ടുണ്ടെന്ന് പറയണം കേട്ടോ കമൻറ്റ് ബോക്സിൽ. പിന്നെ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറയുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത സിനിമയായിട്ട് നമ്മൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.